ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിനകത്ത് ഒരു വലിയ ചരിത്ര വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികൾ സമ്മാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം ഇവിടെ പര്യവസാനിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ വിധിയെഴുതിയതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത്തരത്തിലൊരു വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. 10 വർഷക്കാലമായി കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം ഇടതുമുന്നണിയാണ് വിജയിച്ചത്. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒട്ടനവധിയായ വ്യക്തിപരമായ പ്രചരണങ്ങളാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനകത്ത് മുഴുവൻ കൊണ്ടുപോയത്. വ്യക്തിഹത്യ നടത്തിയും അപവാദങ്ങൾ പ്രചരിപ്പിച്ചുമൊക്കെ തന്നെ UDFിൻ്റെ വിജയത്തെ തടയിടാമെന്നുള്ള അവരുടെ വ്യാമോഹത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയ അതിശക്തമായൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കകത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുമുന്നണിക്ക് വേണ്ടി നടന്ന ഒരുപാട് പ്രചരണങ്ങളുണ്ട്. ആ പ്രചരണങ്ങളെല്ലാം തന്നെ ജനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആത്യന്തികമായി ജനം വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFിനെ നയിച്ചത്. ജനം തന്നെയാണ് വിജയിച്ചത്. ജനങ്ങൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൊടുങ്ങല്ലൂരിൽ അവരുടെ ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിജയത്തിന് എല്ലാവരോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ അതെല്ലാം പൂർത്തീകരിക്കപ്പെടും. അതെല്ലാം പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. 10 വർഷക്കാലത്തിന് പകരമായി ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിച്ചത് 5 വർഷമാണ്. 2 തവണയ്ക്ക് ബദലായി ചോദിച്ചത് 1 തവണയാണ്. ആ 1 തവണ കൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതികൾ പലതും കഴിഞ്ഞ 10 വർഷക്കാലമായി നിന്നുപോയി. ഇവിടെ കോഴിത്തീറ്റ ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ്, ചക്ക ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ്. പിന്നെ പുത്തനിര സ്പിന്നിംഗ് മില്ലിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ 10 വർഷക്കാലമായി വേണ്ടത്ര ഇടപെടലുണ്ടായില്ല. മാളയിലെ ജൂതപ്പള്ളി ഒരു ഷീറ്റിട്ട് മൂടിക്കിടക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. മാളയിലെ തന്നെ കായിക പ്രേമികളുടെ അവസരങ്ങളുണ്ടായിരുന്ന ആ ഗ്രൗണ്ട് ഇന്ന് ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ ഓരോ പഞ്ചായത്തിലും ചെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഓരോ മണ്ഡലത്തിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എല്ലായിടങ്ങളിലും തകർന്നു കിടക്കുന്ന ഓരോ പ്രൊജക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ കോട്ടപ്പുറത്ത് പിന്നെ ആ ബോട്ട് ജെട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, മുസ്ലിസിൻ്റെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ, KKTM കോളേജിൽ ആരംഭിച്ച കൺവെൻഷൻ സെൻറ്റർ ഉൾപ്പെടെ അങ്ങനെ തകർച്ചയുടെ സ്മാരകങ്ങൾ നമുക്ക് ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് എവിടെ ചെന്നാലും കാണാൻ വേണ്ടി സാധിക്കും. അതെല്ലാം തകർച്ചയുടെയും അവഗണനയുടെയും സ്മാരകങ്ങളായിട്ടാണ് ഇന്ന് കിടക്കുന്നതെങ്കിൽ അതിനെ ആ സ്മാരകങ്ങൾ എന്ന നിലയ്ക്ക് നിന്ന് മാറ്റിയെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഇടപെടലുണ്ടാകും. എല്ലാം ഒരു ദിവസം കൊണ്ട്